ദമാസ്കസ് ഒരു നഗരമല്ലാതാകും, അത് നാശകൂമ്പാരമാകുമെന്ന ഏഷ്യ 17:1 തിരുവചനത്തെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് സിറിയയിൽ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സിറിയയിൽ അലപ്പോ എന്ന ചരിത്ര നഗരം ഇസ്ലാമിക തീവ്രവാദികളുടെ കരങ്ങളിലേക്ക് വഴുതി വീഴുകയാണ്. അലപ്പോയിലെ 20,000-ലധികം ക്രൈസ്തവരും 30-ലേറെ ദേവാലയങ്ങളും തീവ്രവാദ നിയന്ത്രണത്തിൽ ആയിക്കഴിഞ്ഞു. സിറിയയിൽ ക്രൈസ്തവ പീഡനങ്ങളും ദേവാലയ നശീകരണങ്ങളും കുടിയൊഴിപ്പിക്കലുകളും നിർബന്ധിത മതപരിവർത്തനങ്ങളും ക്രൈസ്തവരിൽ നിന്ന് ഉയർന്ന നികുതി ഈടാക്കലും ബലാത്സംഗങ്ങളും വധഭീഷണികളും പണ്ടുമുതലേ തങ്ങളുടെ രീതിയാക്കിയ തീവ്രവാദികൾ ചരിത്രം ആവർത്തിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവരുന്നത്. ഏറ്റവും പുരാതന ക്രിസ്തീയ പാരമ്പര്യങ്ങളുടെ പൈതൃകം പേറുന്ന മണ്ണാണ് സിറിയയുടേത്. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി ശേഷിക്കുന്ന സിറിയയിലെ ചെറിയ വിഭാഗം ക്രൈസ്തവരെ കൂടി ഇല്ലാതാക്കുന്ന പ്രവണതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീവ്ര ഇസ്ലാമിക സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ-ഷാം അഥവാ HTS ആണ് നവംബർ 27 ബുധനാഴ്ച അലപ്പോയുടെ വടക്കൻ പ്രവിശ്യകളിലുള്ള 1 ഡസൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നുഴഞ്ഞുകയറി പ്രശ്നങ്ങൾ ആരംഭിച്ചത്. പലയിടങ്ങളും നശിച്ച് മണ്ണോടടിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. സിറിയൻ ഭരണകൂടത്തിന് പിന്തുണയുമായി റഷ്യയുടെ കനത്ത തിരിച്ചടിയുമായതോടെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ അങ്ങേയറ്റം ദുരിതപൂർണമായിരിക്കുകയാണ്. അൽ-ഖ്വയ്ദയുടെ മുൻ സിറിയ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള റാഡിക്കലൈസ്ഡ് സഖ്യമാണ് HTS. 6 വർഷങ്ങൾക്ക് മുൻപേ US അവരെ തീവ്രവാദ സംഘടനയെന്ന് മുദ്രകുത്തിയിരുന്നു. മുൻപ് ജബത്ത് അൽ-നുസ്ര എന്നറിയപ്പെട്ടിരുന്ന ഇവർ പേര് മാറ്റിയെങ്കിലും പ്രത്യയശാസ്ത്രത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിസ്റ്റ് മിലിഷ്യകൾ നഗരം പിടിച്ചടക്കിയതിനെ തുടർന്ന് അലപ്പോയിലെ സിറിയൻ ക്രിസ്ത്യാനികൾ ഗുരുതരമായ അപകടത്തെ അഭിമുഖീകരിക്കുന്നതായി പ്രാദേശിക സഭാ നേതാക്കൾ പറയുന്നു. സർക്കാർ സേനയെ പിൻവലിച്ചതിനെ തുടർന്ന് ജിഹാദി ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള മിലിഷ്യകൾ നഗരനിയന്ത്രണം പിടിച്ചെടുക്കുകയും നഗരത്തിലെ എല്ലാ ക്രിസ്മസ് അലങ്കാരങ്ങളും നീക്കം ചെയ്തതുമായാണ് റിപ്പോർട്ട്. ആലപ്പോയിലെ മരോനൈറ്റ് ആർച്ച് ബിഷപ്പ് ജോസഫ് ടോബ്ജി സ്ഥിതിഗതികൾ അനിശ്ചിതാവസ്ഥയിലാണെന്ന് വിവരിച്ചു. തീവ്രവാദികൾ ക്രിസ്മസ് അലങ്കാരങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയെന്നും പിടികൂടിയ സൈനികരുടെ തലയറുത്തതായും ഇറാഖി ക്രിസ്ത്യൻ ഫൗണ്ടേഷനും റിപ്പോർട്ട് ചെയ്തു. സിറിയയിലെ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓഫ് എൻക്വയറി HTSന്റെ ക്രൂരമായ ഭരണത്തെ വധശിക്ഷകൾ, പീഡനങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, മതപരമായ സ്ഥലങ്ങളുടെ ഏകപക്ഷീയമായ നശീകരണം എന്നിവയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. 2012 മുതൽ 2016 വരെയുള്ള അവരുടെ മുൻ നിയന്ത്രണകാലത്ത് നേരിട്ട ക്രൂരതയുടെ പ്രതിഫലനങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ വിശേഷണങ്ങൾ നൽകപ്പെട്ടത്. സിറിയൻ ക്രൈസ്തവരുടെ അതിജീവനത്തിനായും നിലനിൽപ്പിനായും പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പ്രാദേശിക സഭാ നേതൃത്വം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.